ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് കൺസിഡറേഷൻ എന്നാണ്. വാട്ട് യു മീൻ ബൈ കൺസിഡറേഷൻ? അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. കൺസിഡറേഷൻ ഈസ് എ ക്വിഡ് പ്രോ ക്വോ വിച്ച് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഇതൊരു ലാറ്റിൻ അല്ലെങ്കിൽ റോമൻ വേർഡാണ്. അപ്പോൾ നമ്മുടെ എന്താണ് ലീഗൽ ടെർമിനോളജിയിൽ ഒരുപാട് ഇത്തരം വേർഡ്സ് കാണാൻ സാധിക്കും. ഓക്കെ, നോൺ ഇംഗ്ലീഷ് യൂറോപ്യൻ ലാംഗ്വേജസിൻ്റെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ ആണ്. എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുന്ന സാധനം അല്ലേ? നമ്മളൊരാൾക്കൊരു സഹായം ചെയ്തിട്ട് എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുമ്പോൾ അതിൻ്റെ പേരാണ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ. കൺസിഡറേഷൻ ഇസ് ദ പ്രൈസ് ഫോർ വിച്ച് ദ പ്രോമിസ് ഓർ ദ ആക്ട് ഓഫ് another is bought. If there is no consideration, there is no contract. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ എന്താണ്? കൺസിഡറേഷൻ ആണ് ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഫർ ഒരാൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് എപ്പോഴും എന്ത് വേണം? ദർ ഷുഡ് ബി എ കൺസിഡറേഷൻ, അതിനൊരു പ്രൈസ് വേണമെന്നാണ് പറയുന്നത്. ഇനി ഒരു കൺസിഡറേഷൻ ഇല്ലാത്തൊരു സംഗതിയെ നമ്മൾ കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു സാധനം വിൽക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? അതിനൊരു പ്രൈസ് വേണം. പ്രൈസ് ഇല്ലെങ്കിൽ എന്തല്ല, അതൊരു കോൺട്രാക്റ്റ് അല്ല. ഒരാൾക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. ദർ ഷുഡ് ബി എ പ്രൈസ് ഫോർ എവറിത്തിങ്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഡിഫൈൻ കൺസിഡറേഷൻ. കൺസിഡറേഷൻ്റെ നിർവചനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിലാണ് കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഡെഫിനിഷൻസും മാക്സിമം കൊടുത്തിരിക്കുന്നത് എന്താണ്? സെക്ഷൻ 2ലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 2 എന്നുള്ളത് കോമൺ ആയിട്ട് ഓർത്ത് വെക്കുക. ഈ സബ്സെക്ഷൻസ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ മെമ്മറിയിൽ വേണ്ടത് സബ്സെക്ഷൻസ് ആണ്. കോമൺ ആയിട്ട് കാണുന്ന സെക്ഷനാണിത്, സെക്ഷൻ 2 ആണ്. അതിൻ്റെ സബ്സെക്ഷൻസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. സെക്ഷൻ ഓർത്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. കാര്യം എക്സാമിനേഷന് സെക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി എന്താണ് എക്സാമിനറെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഡിഫൈൻസ് കൺസിഡറേഷൻ ആസ് വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ promisor, ദ promisee or any other person has done or abstained from doing or does or abstains from doing or promises to do or abstain from doing something. Such an act or abstinence or promise is called consideration for the promise. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ വിശദമായിട്ട് കൊടുത്തിരിക്കുകയാണ്. കാര്യം നിയമപരമായിട്ട് പറയുമ്പോൾ എന്താണ്, കാര്യമായിട്ട് ലൂപ്പ് ഹോൾ ഇല്ലാതെ ഡിഫൈൻ ചെയ്തിരിക്കണം. ഓക്കെ, നിയമത്തിലുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ എന്താണ്, അതിനൊരു മറുവാദം വരാത്ത രീതിയിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സംഗതി ചെയ്യാനായിട്ട് ഒരാൾക്ക് മറ്റൊരാൾ എന്തെങ്കിലും സാധനം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു സംഗതി ചെയ്യണമെന്നില്ല, ചെയ്യാതിരുന്നാലും മതി. ഓക്കെ, അതായത് ഇപ്പോൾ ഒരാളോട് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് അതായത് വലിയൊരു ഹോട്ടൽ തുടങ്ങുകയാണ്. അതിന് മുൻപിൽ എന്താണ് ഒരാൾ ചെറിയൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്, ഒരു പെട്ടിക്കട പോലെ അല്ലെങ്കിൽ ഒരു തട്ടുകട പോലെ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അത് ഈ വലിയ ഹോട്ടലുകാർക്ക് ബുദ്ധിമുട്ടാണെന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ ദേ ആർ മേക്കിംഗ് എൻ ഓഫർ ടു എന്താണ് ഈ ഒരു ചെറിയൊരു ഹോട്ടലുകാരന് ഒരു ഓഫർ കൊടുക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് എന്താണ് ഈ ഒരു ഹോട്ടൽ കച്ചവടം നിർത്തിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം, അതിന് നിങ്ങൾക്കൊരു പ്രൈസ് തരാമെന്നുള്ള രീതിയിൽ ഒരു ഓഫർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കുന്ന കോൺട്രാക്റ്റ് എന്താണ്? അയാളോട് ഒരു സംഗതി ഇട്ടേച്ച് പോകാനാണ് പറയുന്നത്, ഒരു ആക്ട് ഒഴിവാക്കി പോകാനാണ് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഒരു സംഗതി തിരിച്ച് വാങ്ങുന്നില്ല, ചിലപ്പോൾ എന്താണ് ഒരു സംഗതി ഒഴിവാക്കി പോകാനോ അല്ലെങ്കിൽ ഒരു ആബ്സ്റ്റിനൻസ് ഫ്രം ഡൂയിങ് സംതിങ്. അപ്പോൾ അത് ചെയ്തതിനോ ചെയ്യാൻ പോകുന്നതിനോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോ വേണ്ടിയിട്ട് ഒരു സംഗതി ആണ് എന്ത് ഈ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ. ചിലപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പറയാണ്, പ്രോമിസാണ്. ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം, അതും ആവാം. ഓക്കെ, അപ്പോൾ നിയമത്തിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണ് എല്ലാ രീതിയിലും അതിനെന്താണ് എല്ലാ മേഖലകളും എന്താണ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യുക, ഡെഫിനിഷൻ കൊടുക്കാൻ. അപ്പോൾ അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ? എന്തൊക്കെയാണ് കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ്? നിയമപരമായിട്ട് എന്തൊക്കെ സംഗതിയാണ് ഒരു കൺസിഡറേഷന് വേണ്ടത് എന്നാണ് ഇവിടെ ചോദ്യമുള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെ പോയിന്റ്, 2 പോയിന്റേ വരുന്നുള്ളൂ. ആദ്യത്തെ പോയിന്റായിട്ട് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് പ്രോമിസർ. കൺസിഡറേഷൻ പ്രോമിസറിൻ്റെ, അതായത് പ്രോമിസ് കൊടുക്കുന്ന ആളുടെ എന്താണ് ആഗ്രഹത്തിന് വ്യതിചലിച്ച് പോകാനായിട്ട് പാടില്ല. കൺസിഡറേഷൻ മസ്റ്റ് ബി ഓഫേർഡ് ബൈ ദി പ്രോമിസി or the third party at the desire or request of the promisor. An act done at the desire of the third party is not consideration. അതായത് ഓഫർ കൊടുക്കുന്ന ആളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടായിരിക്കണം കൺസിഡറേഷൻ വേണ്ടത്. അല്ലാതെ ഒരു മൂന്നാമനോ അല്ലെങ്കിൽ
ഈ അതായത് ഓഫർ സ്വീകരിക്കുന്ന ആളോ തീരുമാനിക്കുന്നതല്ല കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഈസ് ഡിസൈഡ് ബൈ ദ പ്രോമിസർ. അതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം promisee or any other person who is not a party to the consideration. Consideration may proceed from the promisee or any other person who is not a party of the contract. അതായത് ഒന്നുകിൽ പ്രോമിസി ആയിരിക്കാം ഈ കൺസിഡറേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഒരു പ്രോമിസിന് വേണ്ടിയിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കുന്നത്, ഒരു പ്രൈസ് കൊടുക്കുന്നത് either it could be a promisee or it could be a third party. ആ പ്രോമിസിക്ക് വേണ്ടി മറ്റൊരാൾക്കും വേണമെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ? കൺസിഡറേഷൻ ഇല്ലാത്തൊരു കോൺട്രാക്ട്. ഓക്കെ, നമ്മൾ കൺസിഡറേഷൻ്റെ മീനിങ്ങിലൊക്കെ കണ്ട ഒരു കാര്യം ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ ദർ ഇസ് നോ കോൺട്രാക്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ് കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ? അത്തരം കോൺട്രാക്റ്റുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 25 an agreement made without consideration is void. സെക്ഷൻ 25 പറയുന്നത് ഒരു എഗ്രിമെൻറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ഒരു എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വോയിഡ് എന്നാണ് പറയുന്നത്. ദ ജനറൽ റൂൾ ഇസ് ദാറ്റ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. നമ്മൾ നേരത്തെയും കണ്ടതാണ്, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല എന്നുള്ളതാണ് ജനറൽ റൂൾ എന്ന് വെച്ചാൽ. A promise without consideration is null and void. It is called a naked promise or nudum pactum. അതായത് ഒരു പ്രോമിസ് ഇല്ലാതെ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ അത് വോയിഡ് ആണ്, അത് നിയമപരമായിട്ട് അതിന് സാധ്യതയില്ല. അപ്പോൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് നേക്കഡ് പ്രോമിസ് അല്ലെങ്കിൽ നൂഡും പാക്റ്റം. നൂഡും പാക്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേക്കഡ് എഗ്രിമെൻ്റ് എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. അതൊരു ലാറ്റിൻ വേർഡാണ്. ഓക്കെ, വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ടു കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ? അതായത് കൺസിഡറേഷൻ ഇല്ലാതെ കോൺട്രാക്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും ഇൻ certain കേസസ് there are certain contracts where there will be no consideration. അപ്പോൾ ഏതൊക്കെയാണ് ആ കോൺട്രാക്ട്സ് എന്ന് നോക്കാം. The first one is agreements made on account of natural love and affection. നാച്ചുറൽ ലവ് അഫെക്ഷൻ ആയിട്ട് വരുന്ന ചില കോൺട്രാക്റ്റുകളുണ്ട്, എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നോക്കാം. എ റിട്ടൺ ആൻഡ് രജിസ്റ്റേർഡ് എഗ്രിമെൻറ്റ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ നിയർ റിലേറ്റീവ്സ് ഇസ് എൻഫോഴ്സിബിൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ. നിയർ റിലേറ്റീവ്സ് തമ്മിൽ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ കാരണം എന്തെങ്കിലും എഗ്രിമെൻറ്റ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. അതായത് ഒരു മകന് ഒരു പിതാവിന് അയാളുടെ സ്വത്ത് എഴുതി കൊടുക്കണം, അങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് അയാളുടെ കാലശേഷം എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺസിഡറേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയുന്നത് എ പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്. എ പ്രോമിസ് മെയ്ഡ് ബൈ എ ഡെപ്റ്റർ ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഈസ് സൈൻഡ് ബൈ ദി ഡെപ്റ്റർ ഓർ ബൈ ഹിസ് ഏജൻറ്റ് ഈസ് എൻഫോഴ്സിബിൾ. എൻഫോഴ്സിബിൾ എന്ന് വെച്ചാൽ ഇത് നിയമപരമായിട്ട് ഇതിന് സാധ്യത എന്നുള്ളതാണ്. എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ സമയം കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കടം വീട്ടാന്നുള്ളത് ഈ കടക്കാരൻ അതിനൊരു എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൺസിഡറേഷൻ്റെ ആവശ്യമില്ല, അല്ലേ? അയാളെ പ്രോമിസാണ് കടം സമയത്ത് വീട്ടിക്കോളാം എന്നുള്ളത്. ഓക്കെ, അതിനിപ്പം കടം കൊടുത്ത ആൾക്ക് ഒരു കൺസിഡറേഷൻ ഒന്നും ആൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. കടം കൊടുത്ത ആൾക്ക് കടം വീട്ടേണ്ട ആളാണ് വന്നിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇത് വന്ന് വീട്ടേണ്ടത്. അപ്പോൾ അവിടെ ആ ഒരു എഗ്രിമെൻ്റ് എൻഫോഴ്സിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം, കോമ്പൻസേഷൻ ഫോർ വോളണ്ടറി സർവീസസ്. വോളണ്ടറി സർവീസസിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനൊന്നും വേണ്ട, കൺസിഡറേഷൻ വേണ്ട എന്നാണ് പറയുന്നത്. എ പ്രോമിസ് ടു കോമ്പൻസേറ്റ് എ പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി വോളണ്ടറിലി ഡൺ സംതിങ് ഫോർ ദ പ്രോമിസർ ഈസ് എൻഫോഴ്സിബിൾ ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ. അതായത് ഒരാൾ വോളണ്ടറിലി, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു സഹായം മറ്റൊരാൾക്ക് ചെയ്തിട്ട് ഇയാൾ അതിന് ഒരു എഗ്രിമെൻ്റ് വെക്കുകയാണ്, ഒരു സമയത്ത് എന്തെങ്കിലും അതിനൊരു പ്രൈസായിട്ടോ അല്ലെങ്കിൽ അതിനൊരു സന്തോഷമായിട്ട് എന്തെങ്കിലും ഒരു തുക തരാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു തരാമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഫോഴ്സിബിൾ ആണെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എ ഫൈൻസ് ബീസ് പേഴ്സ് ആൻഡ് ഗിവ്സ് ഇറ്റ് ഹിം. ബി പ്രോമിസസ് ടു ഗിവ് എ ₹500 ടു എ. ദിസ് ഇസ് എ കോൺട്രാക്ട് ഇൻ ദി ആബ്സെൻസ് ഓഫ് കൺസിഡറേഷൻ. എ എന്ന് പറയുന്ന വ്യക്തി ബീൻ്റെ പേഴ്സ് കണ്ടെത്തി കൊടുത്തു, നഷ്ടപ്പെട്ട പേഴ്സ്. അപ്പോൾ അതിൽ ബി എനോട് പറയാണ് 500 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു എഗ്രിമെൻ്റ് വരിക എന്നാണ് പറയുന്നത്. അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ
ഈ കണ്ടുപിടിച്ച് കൊടുത്ത ഇയാളാണല്ലോ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്, അയാൾ ബിക്ക് അതിന് റിട്ടേൺ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരു കൺസിഡറേഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്, റെമിഷൻ. നോ കൺസിഡറേഷൻ ഈസ് റിക്വയർഡ് ഫോർ എൻ എഗ്രിമെൻറ്റ് ടു റിസീവ് ലെസ് ദാൻ വാട്ട് ഈസ് ആക്ച്വലി ഡ്യൂ. അതായത് നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, എന്തെങ്കിലും റെമിഷൻ കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുള്ള തുക എന്താണ്, അതിനൊരു കിട്ടാനുള്ള തുകക്ക് നമുക്ക് പിന്നെ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അത് എഗ്രിമെൻ്റ് ആണല്ലോ. ഓക്കെ, പിന്നെ അതേപോലെ ഏജൻസി. നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. ഒരു ഏജൻസി ഉണ്ടാക്കാൻ ഒരു കൺസിഡറേഷൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. എ കോൺട്രാക്ട് ഓഫ് ഏജൻസി വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വാലിഡ്. ഏജൻസി സർവീസിന് കൺസിഡറേഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുമ്പോൾ കൺസിഡറേഷൻ വാങ്ങാം, വാങ്ങാതിരിക്കാം. ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ്. ദർ ഇസ് നോ കൺസിഡറേഷൻ ഇൻ കേസ് ഓഫ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. അത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഒരു വെറുതെ എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു ഗാംബ്ലിങ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കളി നടക്കുന്നുണ്ട്, അപ്പോൾ ഒരാളെ അതിൽ പങ്കെടുത്തു, ഒരു കുറിയോ നറുക്കെടുപ്പോ എന്തോ ആണെന്ന് വെക്കാം. അപ്പോൾ അതിൽ ഗിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റിന് കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കോൺട്രാക്റ്റ് ആണത്. മറ്റാൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇയാൾക്ക് അതിൻ്റെ ഗിഫ്റ്റ് പ്രൈസ്, ആ പ്രൈസ് എന്താണെന്നുള്ളത്, ഗിഫ്റ്റിൻ്റെ എന്താ സംഗതി എന്നുള്ളത് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് കംപ്ലീറ്റഡ് ഗിഫ്റ്റിൻ്റെ പോയിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സെപ്ഷൻസ്. കൺസിഡറേഷൻ ഇല്ലാതെ വരുന്ന കോൺട്രാക്റ്റുകളുടെ എക്സെപ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് യു മീൻ ബൈ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്? എന്താണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ദ ടേം പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് മീൻസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. അപ്പോൾ അതിന് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നൊരു വേർഡ്, അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു വേർഡും കൂടി അതിൽ വരുന്നുണ്ട്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് അങ്ങനത്തെ ഒരു ഫ്രേസും കൂടി അതിന് പറയും, സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റിന്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് എന്നാണ്? ആസ് പെർ ദ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ പാർട്ടി ടു ദി കോൺട്രാക്ട് ഈവൻ ദോ he or she is the beneficiary cannot sue for getting their claims. In simple words, only the party can sue, not for the stranger. അതായത് ഒരു കോൺട്രാക്റ്റിലെ ബെനിഫിഷ്യറി ആവാം, പക്ഷെ അതിലെ പാർട്ടി അല്ലാതിരിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട വ്യക്തിയല്ല, പക്ഷേ അതിൽ ഒരു ബെനിഫിഷ്യറി ആവാം. അത്തരത്തിലുള്ള വ്യക്തിയാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. ഓക്കെ, പക്ഷേ ഇയാൾക്ക് ഈ കോൺട്രാക്റ്റ് ഫെയിലായി പോയി കഴിഞ്ഞാൽ അയാൾക്ക് കോടതിയിൽ പോകാൻ, ഹി കനോട്ട് സൂ മീൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അതാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പ്രിവിറ്റി ടു കോൺട്രാക്റ്റ്. ഏതെങ്കിലും ഒരു വേർഡ് ആയിരിക്കും ചോദിക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് യു മീൻ ബൈ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ? എന്താണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, ദ ടേം പ്രിവിറ്റി ടു കൺസിഡറേഷൻ, ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, പ്രിവിറ്റി ടു കൺസിഡറേഷൻ. ഓക്കെ, മീൻസ് സ്ട്രേഞ്ചർ ടു ദ കൺസിഡറേഷൻ ഓർ കൺസിഡറേഷൻ ഗിവൺ ബൈ എനി അതർ പേഴ്സൺ അതർ ദാൻ പ്രോമിസി. അതായത് പ്രോമിസി അല്ലാതെ ഒരു വ്യക്തി കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ പ്രോമിസർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആർക്ക് ഓഫർ കൊടുക്കും? പ്രോമിസിക്ക് ഓഫർ കൊടുക്കും അല്ലേ? അപ്പോൾ ഈ പ്രോമിസി എന്ത് കൊടുക്കണം? ഇയാൾക്കൊരു കൺസിഡറേഷൻ കൊടുക്കണം എന്നാണ് വെപ്പ്. ഇനി പ്രോമിസി കൺസിഡറേഷൻ കൊടുക്കാതെ ഒരു ഔട്ട്സൈഡർ, ഒരു തേർഡ് പാർട്ടി ഇയാൾക്ക് കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ അയാളാണ് ആര്? സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രിവിറ്റി ടു കൺസിഡറേഷൻ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് നോക്കാം. Under Indian Contract Act, consideration may move from the promisee or any other person. So in India, consideration made by the stranger is lawful and enforceable. അത് unlawful ആണ് ഇന്ത്യയിൽ. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ടു സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് ആൻഡ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ? സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റും സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനും ചില എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിയമത്തിൽ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ ചില വ്യതിചലനങ്ങൾ ചില കേസസിൽ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ കേസ് പറയുന്നത് ഏജൻസിയാണ്. അപ്പോൾ ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടനിലക്കാരൻ്റെ മുഖാന്തരമാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇടനിലക്കാരൻ അവിടെ എന്താണ്? സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ആണ്. പക്ഷേ
ഇയാൾക്ക് വേണമെങ്കിൽ എന്താണ് നിയമപരമായിട്ടൊക്കെ കുറച്ചും കൂടി പവർ ഉണ്ട് എന്നാണ് പറയുന്നത്, ഇടനിലക്കാരൻ ഏജൻസി ആണെങ്കിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ ആണ്. വേർ ദി പ്രോമിസർ അക്നോളജസ് payment to a third party either by conduct or otherwise, the later can sue even though he or she is not a party to the contract. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, അപ്പോൾ അതിൽ രണ്ട് പേര് തമ്മിലാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ തന്നെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാളിപ്പോൾ വിദേശത്താണെന്ന് വെക്കുക, അപ്പോൾ അയാൾ പറയാണ് അതിൻ്റെ കൺസിഡറേഷൻ അയാളുടെ വൈഫിന് കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ വൈഫ് അവിടെ പാർട്ടിയല്ല, കോൺട്രാക്റ്റിൽ വൈഫല്ല ഒപ്പിടുന്നത്. പക്ഷേ ആ സമയത്ത് കൃത്യസമയത്ത് വൈഫിന് കൺസിഡറേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ആ കോൺട്രാക്റ്റിൽ ആ ഒരു അക്നോളജ്മെൻറ്റ് ഉള്ളത് കൊണ്ട് വൈഫിന് എന്ത് ചെയ്യാൻ പറ്റും? ഷീ ക്യാൻ ഗോ ടു കോർട്ട്, ഷീ ക്യാൻ സൂ എ ഫയൽ. ഓക്കെ, അതായത് എന്താണ് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പലിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ട്രസ്റ്റുകളാണ്. അതായത് ഏജൻസി പോലെ തന്നെയാണ് ട്രസ്റ്റുകൾ. ഓക്കെ, when a trust is created, the beneficiary can sue for his rights given to him under the trust. ട്രസ്റ്റിൻ്റെ പേരിൽ എന്താണ് നമുക്ക് വേണമെങ്കിൽ, അപ്പോൾ ട്രസ്റ്റ് ഒരു ബെനിഫിഷ്യറി ആണെങ്കിൽ എന്താണ് ട്രസ്റ്റിന് വേണമെങ്കിൽ ഫയൽ ചെയ്യാം. ഓക്കെ, പിന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നത് an assignee can sue on the basis of assignment. അതായത് ഒരു അസൈൻമെൻറ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു അസൈനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? he or she can sue a file. ഒരു അസൈൻമെൻറ്റ് അടിസ്ഥാനത്തിലാണ്, ഒരു ടാസ്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഫയൽ ചെയ്യാൻ പറ്റും, കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. മാരേജ് സെറ്റിൽമെൻറ്റ്, പാർട്ടീഷൻ ഓൺ ഓർ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്. അതായത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കല്യാണത്തിൻ്റെ കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റുകൾ, പാർട്ടീഷൻ്റെ കാര്യങ്ങൾ, അതായത് കുടുംബത്തിൻ്റെ സ്വത്ത് വിഭജിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ മറ്റ് ഫാമിലി അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ. വേറെ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ എ പാർട്ടീഷൻ ഓർ ഫാമിലി അറേഞ്ച്മെൻറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എനി മെമ്പർ ഓഫ് ദ ഫാമിലി. സച്ച് എ മെമ്പർ മേ സൂ ഈവൻ ദോ ഹി ഓർ ഷീ ഈസ് നോട്ട് എ പാർട്ടി ടു ദി കോൺട്രാക്റ്റ്. ചിലപ്പോൾ രണ്ട് പേര് തമ്മിലായിരിക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു രണ്ട് സഹോദരങ്ങൾ തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് വെക്കുക, പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇവരുടെ മക്കൾക്കും വേണമെങ്കിൽ എന്താവും, ദേ ആർ ഓൾസോ ബെനിഫിഷ്യറീസ് അല്ലെ, അവരെന്താണ് സ്ട്രേഞ്ചേഴ്സ് ടു കോൺട്രാക്റ്റ് ആണ്, അവർക്കും വേണമെങ്കിൽ കേസൊക്കെ ഫയൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതെന്താണ്? ഫാമിലി മാറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇത്രയും പോയിന്റുകളാണ് കൺസിഡറേഷൻ്റെ ഈ ഒരു നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ചോദിക്കുക. ഓക്കെ.